ഹായ് ഹലോ. ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. വേറൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നതും ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വലിയ 2 സവോള ചെറുതായി അരിഞ്ഞത് കൂടി. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് 3 പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി രണ്ടും ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് കൂടിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികം ആവരുത്. കുറച്ച് മല്ലിയില കൂടി. ഇനി ചിക്കൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് കൂടിയിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇതിൽ എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പൂരിൻ്റെ വട്ടം മതി കേട്ടോ. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പിന്നിയെടുക്കാം. നമുക്ക് ഇതുപോലെ പിന്നാൻ കിട്ടണില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോർക്കുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് 1-2 വട്ടം നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. പിന്നെ അത് ശരിയായിക്കോളും. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കുകയാണെങ്കിലും ഇതിൽ നിന്ന് പുറത്തൊന്നും വരില്ല കേട്ടോ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നല്ല ഭംഗിയില്ലേ പിന്നെ അത് കാണാനായിട്ട്. കുറേ 4 മണി പലഹാരങ്ങളുടെയും കുറേ കറികളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് അധികം വേവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ വെന്ത് വന്നതാണ്. ഈ നമ്മൾ സൈഡ് വഴിക്ക് പിന്നി എടുത്തതുണ്ടല്ലോ, അത് മാത്രം നല്ലപോലെ ഒന്ന് മുറുകെ കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം തവി വെച്ചിട്ട് കുറേശ്ശെ എണ്ണ മുക്കി നമ്മൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എന്താണെങ്കിലും നമ്മളുടെ വീടുകളിൽ ചിക്കൻ മേടിക്കാറുണ്ടല്ലോ, അപ്പോൾ ചിക്കൻ വെച്ചും ബീഫ് വെച്ചും നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കറി വെക്കാൻ ചിക്കൻ മേടിക്കുന്ന സമയത്ത് അതിലൊരു 2-3 പീസ് നമുക്ക് മാറ്റി വെക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.